സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 245/2023. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വേദാദി നിരൂപണം ആരുടെ കൃതിയാണ്? വേദാദി നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാദി നിരൂപണം. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് വന്നതാണ് നീതി ആയോഗ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തതാര്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ ആണ്. ബീഗം ഹസ്രത്ത് മഹൽ. താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ടത്? റൗലറ്റ് നിയമത്തിന് എതിരായ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്ത ചോദ്യം, അഹമ്മദാബാദ് തുണി മിൽ സമരത്തിന് കാരണമായ സംഭവം? അഹമ്മദാബാദ് തുണി മിൽ സമരത്തിന് കാരണമായ സംഭവം പ്ലേഗ് ബോണസ് ആണ്. പ്ലേഗ് ബോണസ്. ആറാമത്തേത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏഴാമത്തെ ചോദ്യം, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം? സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനമാണ് വിദ്യാപോഷിണി. വിദ്യാപോഷിണി. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം? കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140 ആണ്. 140. സ്വാതന്ത്ര്യ സമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ? സ്വാതന്ത്ര്യ സമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ CP ഗോവിന്ദപിള്ളയാണ്. CP ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ. CP ഗോവിന്ദപിള്ള. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം? മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹളയാണ് മാറുമറയ്ക്കൽ സമരം എന്ന പേരിലും അറിയപ്പെട്ടത്. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാനായിട്ട് പഴശ്ശിരാജയെ സഹായിച്ചത്? തലക്കൽ ചന്തു ആണ്. തലക്കൽ ചന്തു. വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്ര? വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്ര? 250 രൂപയാണ്. 250 രൂപ. രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്? രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി? സൈമൺ കമ്മീഷനെതിരെ. ഏത് കമ്മീഷനെതിരെയാണ്? സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ്. താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ കഴിയുക? ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ കഴിയുന്നത് ആരെയാണ്?
രാഷ്ട്രപതിയെയാണ്. രാഷ്ട്രപതി. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരമാണ്. സ്ഥിതി ചെയ്യുന്ന നഗരം ലാഹോറാണ്. ലാഹോറിലാണ് ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത്. ലാഹോർ. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് മാറിയത്? 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് മാറിയത്. താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് താഷ്കന്റ് പ്രഖ്യാപനം. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും കോട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് ഏത്? കൂട്ടത്തിൽ ചേരാത്തത് ഏത്? തന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC, സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ ICTE, വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി NCERT, മെഡിക്കൽ ഗവേഷണത്തിലുള്ള ഇന്ത്യൻ കൗൺസിൽ ICMR. കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ICMR. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് അല്ലെങ്കിൽ നബാർഡാണ്. ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് അല്ലെങ്കിൽ നബാർഡാണ് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്. ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായിട്ടാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഗാട്ട് ആണ്. ഗാട്ട്. ഓപ്ഷൻ എ ഗാട്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ഫഖ്റുദ്ദീൻ അലി മുഹമ്മദ് ആയിരുന്നു. ഫഖ്റുദ്ദീൻ അലി മുഹമ്മദ് ആയിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? അമേരിക്ക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ പർവ്വത മിത ശീതോഷണ ചോലവനങ്ങളാണ്. പർവ്വത മിത ശീതോഷണ ചോലവനങ്ങളാണ് പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം കുറിഞ്ഞിമലയാണ്. കുറിഞ്ഞിമല. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം മേടം 1 ആണ്. മേടം 1. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. റബ്ബർ ഒരു നാണ്യവിളയാണ്. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്?
ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈ ആണ്. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈ. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത്. ഇടത്തരം നദികളിൽ പെടാത്തത് കല്ലടയാറാണ്. കല്ലടയാർ. മലനാട് ഇല്ലാത്ത ജില്ല. മലനാട് ഇല്ലാത്ത ജില്ല ഇവിടെ തന്നിരിക്കുന്നത് പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം എന്നിവയാണ്. ഇതിൽ മലനാട് ഇല്ലാത്ത ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2235 ചതുരശ്ര കിലോമീറ്റർ ആണ് പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് ദേശീയപാത 544. ദേശീയപാത 544 കടന്നു പോകുന്നത് ഏത് ചുരത്തിലൂടെയാണ്? പാലക്കാട് ചുരം. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായിട്ടുള്ള മഴ. ഉഷ്ണകാലത്ത് എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയിട്ടുള്ള ശക്തമായിട്ടുള്ള മഴ ഏതാണ്? കാൽബൈശാഖിയാണ്. ഓപ്ഷൻ ബി കാൽബൈശാഖി. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. പൂക്കോട് തടാകമാണ് ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏതാണ്? മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് മരണപ്പെട്ട സിംഹമാണ് ജസ്പ. ജസ്പ. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്. തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? 12% തീരപ്രദേശം വരുന്നത്. 12%. ചണം ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഇന്ത്യ. ചണം ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫിയാണ് സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. പ്രസ്താവനകൾ തന്നിരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ഈ പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം ശരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 ആണ്. ശരിയാണ്. MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? M വിശ്വേശ്വരയ്യ ആണ്. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു എന്നാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 മാർച്ച് 15 ആണ്. മാർച്ച് 15.
താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത്? തന്നിരിക്കുന്നു. 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. രണ്ടാമത്തെ തന്നിരിക്കുന്നത് 7ാം പഞ്ചവത്സര പദ്ധതി 1985-1990 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യം. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് 12ാം പഞ്ചവത്സര പദ്ധതി 2012-2017 കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി. ഉചിതമായിട്ട് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ലിക്വിഡ് പാർട്ടി ഇസ്രായേലിയാണ്. ഇസ്രായേൽ. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? പ്രഭുസഭ ഇംഗ്ലണ്ട്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. ആരുടെ നോവലാണ് വല്ലി? ആരുടെ നോവലാണ് വല്ലി? ഷീല ടോമി. ആരുടെ നോവലാണ് വല്ലി? ഷീല ടോമി. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയ്. 68ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി വിജയിയായത് മഹാദേവി കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടകയാണ്. കർണാടക. അടുത്തത്, ശരിയായത് കണ്ടെത്തുക. ശരിയായത് തന്നിരിക്കുന്നത് ജിമ്മി ജോർജ് വോളിബോൾ, പ്രീജ ശ്രീധരൻ നീന്തൽ, ബോബി അലോഷ്യസ് ഹൈ ജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. ഇതിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3, 4 ശരിയാണ്. ജിമ്മി ജോർജ് വോളിബോൾ ശരിയാണ്. ബോബി അലോഷ്യസ് ഹൈ ജമ്പ് ശരിയാണ്. ചിത്ര കെ സോമൻ അത്ലറ്റ് ശരിയാണ്. പ്രീജ ശ്രീധരൻ ഏതാണ് വരുന്നത്? ലോങ് ഡിസ്റ്റൻസ് റണ്ണറാണ് പ്രീജ ശ്രീധരൻ. കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? കപടഫലങ്ങളിൽ ഉൾപ്പെടാത്തത് മാങ്ങയാണ്. മാങ്ങ. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം? ആദ്യ ഉപഭോക്താവ് ആകാൻ കഴിയാത്ത ജീവിവർഗം മാംസബുക്കാണ്. മാംസബുക്ക്. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ലേതാണ്? മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ലാണ് ചർവണകം. ചർവണകം. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെടുന്ന നാഷണൽ പാർക്ക്? വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളമാണ്. ഇരവികുളം. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏത്? ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്തത് ഓപ്ഷൻ എ ആണ് ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിനാണ്. മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിന്റെ നിറം എന്തായിരിക്കും? ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിന്റെ നിറം വെളുപ്പായിരിക്കും. വെളുപ്പ്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്?
നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായിട്ട് ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്ന ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം ചേർക്കേണ്ടത് ഏത് മണ്ണിനാണ്? ഓപ്ഷൻ ഡി ആണ് 5. pH മൂല്യം 5 ആയിട്ടുള്ള മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? തന്നിരിക്കുന്നു, വസ്തുവിന്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. പ്രതിബിംബം നിവർന്നതും യാഥാർത്ഥവുമായിരിക്കും. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 മാത്രം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. വൃത്താകാര പാതയിലുള്ള ചലനമാണ് നേർരേഖാ ചലനം. ഉത്തരം ബി ആണ്. ഉത്തരം 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം. നേർരേഖാ ചലനം എന്ന് പറയുന്നത് എന്താണ്? വൃത്താകാര പാതയിലുള്ള ചലനമാണ് എന്ന് തന്നിരിക്കുന്നു. അത് തെറ്റാണ്. 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി വാലി ഫങ്ക് ആണ്. വാലി ഫങ്ക്. 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തിയാണ് വാലി ഫങ്ക്. ഗാനിമെഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമെഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഗാനിമെഡ് വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. ഗാനിമെഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമെഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതു തരം കൊതുകാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് പെൺ ഏഡീസ് ആണ്. അടുത്തത്, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. തന്നിരിക്കുന്നു, DPT വാക്സിൻ, ഡോട്ട്സ് ക്ഷയം, AB രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ്, അഡ്രിനാലിൻ ഹോർമോൺ. DPT വാക്സിൻ ശരിയാണ്. ഡോട്ട്സ് ക്ഷയത്തിനുള്ള പരിശോധനയാണ്. AB ഗ്രൂപ്പ് സാർവത്രിക ദാതാവ് എന്ന് തന്നിരിക്കുന്നു. AB ഗ്രൂപ്പ് സാർവത്രിക ദാതാവല്ല. സാർവത്രിക ദാതാവ് ഏതാണ്? O ഗ്രൂപ്പാണ്. O നെഗറ്റീവ്. അടുത്തത്, മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ്? മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് വൈറ്റമിൻ കെയുടെ കുറവ് മൂലമാണ്. വൈറ്റമിൻ കെ. നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? നാക്കോ എയ്ഡ്സ് ആണ്. എയ്ഡ്സ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലജന്യ രോഗം ഏത്? ജലജന്യ രോഗം കോളറയാണ്. കോളറ. കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാകുന്നത്? കോർണിയാണ്. കോർണിയ. ഉത്തേജക മരുന്നിന്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഏത്? തന്നിരിക്കുന്നു, മുഖക്കുരു, മാനസിക ചാഞ്ചാട്ടം, വർദ്ധിച്ച ആക്രമണാത്മകത, മുകളിൽ കൊടുത്തത് എല്ലാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ കൊടുത്തവ എല്ലാം. അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? അനിയന്ത്രിത കോശ വളർച്ച അർബുദമാണ്. അർബുദം. വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഏത് ധാതുവിന്റെ കുറവ് മൂലമുണ്ടാകുന്നു? ഇരുമ്പിന്റെ കുറവ് മൂലമാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഉണ്ടാകുന്നത്. കേരളത്തിൽ സാന്ത്വന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു?
2008 നിലവിൽ വന്നത്. കേരളത്തിൽ സാന്ത്വന പരിചരണ നയം അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ പോളിസി നിലവിൽ വന്ന വർഷം ഏതാണ്? 2008. 2008. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏത്? വൈറ്റമിൻ എയുടെ കുറവാണ്. വൈറ്റമിൻ എയുടെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണമാകുന്നത്. കേരള ഗവൺമെന്റിന്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് എവിടെയാണ്? കേരളത്തിലാണ്. കേരളം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം BMI എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 18.5 to 24.9 ആണ്. 18.5 to 24.9 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 81 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 82 ഓപ്ഷൻ എ 1000. 83 ഓപ്ഷൻ ബി 3/4. 84 ഓപ്ഷൻ സി 6.25. 85 ഓപ്ഷൻ സി ആണ് 0.67. 86 ഓപ്ഷൻ സി ആണ് ഉത്തരം 1. 87 ഓപ്ഷൻ എ ആണ് ഉത്തരം 7/4. 88 ഓപ്ഷൻ എ 4/5. 89 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 900. 90 ഉത്തരം ഓപ്ഷൻ സി 40. 91 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 3. 92 ഉത്തരം ഓപ്ഷൻ എ. 93 ഉത്തരം ഓപ്ഷൻ ബി. 94 ഉത്തരം ഓപ്ഷൻ എ ആണ്. 95 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 96 എ ആണ് പി. 97 ഓപ്ഷൻസ് ഡി സിമന്റ്. 98 ഓപ്ഷൻ എ 88. 99 ഓപ്ഷൻ സി 18. അവസാനത്തെ ചോദ്യം 100 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് -2. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.